എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നാരായണീയം 29-ാം ദശകത്തിലെ ആദ്യ ശ്ലോകത്തെക്കുറിച്ച് ചിന്തിക്കാം. അമൃതാഹരണവും അസുരനിഗ്രഹവുമാണ് ഈ ദശകത്തിൽ പറയുന്നത്. വൃത്തം വസന്തതിലകം. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഹരിശ്രീ ഗണപതയേ നമഃ. വിഘ്നമസ്തു. ശ്രീ ഗുരുഭ്യോ നമഃ. ഉദ്ഗച്ഛതസ്തവ കരാദമൃതം ഹരൽസു ദൈത്യേഷു താനശരണാനനുനീയ ദേവാൻ സദ്യസ്ഥിതോരധിദധേവ ഭവത്പ്രഭാവാത് ഉദ്യൽസുയൂഥ്യ കലഹ ദിദിജാ ബഭൂവു. ഇനി ഈ ശ്ലോകത്തിലെ ഓരോ വാക്കുകളുടെയും അർത്ഥത്തെക്കുറിച്ച് ചിന്തിക്കാം. ഉദ്ഗച്ഛത ഉയർന്നു വരുന്ന, ആര്? തവ ധന്വന്തരീ മൂർത്തി. ഇങ്ങനെയാ വന്നത്. കരാത് അമൃതം, കയ്യിൽ അമൃതകുംഭവുമായി. ഹരൽസു അത് അപഹരിച്ചു. ആര്? ദൈത്യേഷു അസുരന്മാർ. താൻ അശരണാനനുനീയ ദേവാൻ, താൻ അശരണാൻ അനുനീയ ദേവാൻ അശരണരായി തീർന്ന, ആര്? ദേവന്മാർ. ആ ദേവന്മാരെ അനുനയിപ്പിച്ചുകൊണ്ട് സദ്യസ്ഥിരോദധിത ദേവ, ദേവ സദ്യ തിരോദധിത, ഹേ ദേവ അങ്ങ് ഉടനെ അവിടെ നിന്നും തിരോധാനം ചെയ്തു. ഭവത് പ്രഭാവാത് അങ്ങയുടെ പ്രഭാവാതിശയത്താൽ, പ്രഭാവം എന്ന് പറഞ്ഞ ഭഗവാന്റെ മായ തന്നെയാണ്. ഉദ്യൽ സ്വയൂഥ്യ കലഹ ദിദിജ ബഭൂവു, കലഹിക്കാൻ തുടങ്ങി. ആര്? അസുരന്മാർ പരസ്പരം. ഇനി ഈ അർത്ഥങ്ങളെല്ലാം മനസ്സിൽ വച്ചുകൊണ്ട് ആ ശ്ലോകം ഒന്നുകൂടി ചൊല്ലി നോക്കണം. എന്താ പറയണേ? സമുദ്രത്തിൽ നിന്നുയർന്നു വരുന്ന അങ്ങയുടെ കരങ്ങളിൽ നിന്ന് അസുരന്മാർ അമൃതം അപഹരിച്ചെടുത്തു. അപ്പോൾ അശരണരായിത്തീർന്ന ദേവന്മാരെ അനുനയിപ്പിച്ചുകൊണ്ട് അങ്ങ് ഉടനെ തിരോധാനം ചെയ്തു. ഹേ ദേവ അങ്ങയുടെ പ്രഭാവാതിശയത്താൽ അസുരന്മാർ പരസ്പരം കലഹിക്കാൻ തുടങ്ങി. ഭാഗവതത്തിലെ അഷ്ടമസ്കന്ധം 8-ാം അധ്യായം 35-ാമത്തെ ശ്ലോകം മുതൽ 12-ാം അധ്യായം കഴിയും വരെയുള്ള കഥാഭാഗമാണ് ഈ 29-ാം ദശകത്തിൽ വിസ്തരിച്ച് പറയുന്നത്. ഈ ദശകത്തിൽ വിഷ്ണുവിൻ്റെ മോഹിനി രൂപം, അസുരന്മാരിൽ നിന്നും അമൃതകലശം വീണ്ടെടുക്കുന്നത്, ശിവൻ്റെ മോഹം, എല്ലാ കാര്യങ്ങളും വരുന്നുണ്ട്. 28-ാം ദശകത്തിലെ അവസാന ശ്ലോകത്തിൽ ധന്വന്തരിയുടെ അവതാരത്തെക്കുറിച്ച് പറഞ്ഞു. ഈ അമൃതകലശവുമായി ഉയർന്നു വരുന്ന ധന്വന്തരി മൂർത്തിയെ കണ്ടപ്പോൾ അമൃതിൽ ആശ തോന്നിയ അസുരന്മാർ അത് തട്ടിപ്പറിച്ചെടുക്കുകയാണ്. അതിനെക്കുറിച്ചാണ് ഈ ആദ്യത്തെ ശ്ലോകത്തിൽ പറഞ്ഞത്. പക്ഷേ ഭഗവാൻ എല്ലാത്തിനും ഒരു പരിഹാരം കാണും. അസുരന്മാരതുമായി കടന്നു കളഞ്ഞു എന്ന് കണ്ടപ്പോൾ ദേവന്മാർക്ക് നിരാശയായി. അവർക്ക് സമാധാനം വരുത്തുന്നതിനു വേണ്ടി ഭഗവാൻ അതിനൊരു ഉപായം കാണുകയാണ്. അസുരന്മാർ തന്നെ തമ്മിൽ അങ്ങോട്ട് കലഹിക്കാൻ തുടങ്ങി. ഹരേ കൃഷ്ണ.